ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു SCRT സമഗ്ര. ഇന്നത്തെ PYQ സെക്ഷനിലെ കേരള ചരിത്രത്തിലെ സാമൂഹ്യ മത നവോത്ഥാന പ്രസ്ഥാനങ്ങളാണ്. അതിൽ 2025 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമായ ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് ആരാണ്? ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദനാണ്. സാമൂഹിക പരിഷ്കർത്താക്കളും അവർ രൂപം നൽകിയ പ്രസ്ഥാനങ്ങളുമാണ് താഴെ നൽകിയിരിക്കുന്നത്. അതിൽ തെറ്റായി രേഖപ്പെടുത്തിയിരിക്കുന്നത് കണ്ടെത്തുക. വാഗ്ഭടാനന്ദൻ ആത്മവിദ്യാ സംഘം ശരിയാണ്. VT ഭട്ടതിരിപ്പാട് യോഗക്ഷേമ സഭ അത് ശരിയാണ്. കുമാരഗുരുദേവൻ സമത്വ സമാജം തെറ്റാണ്. പണ്ഡിറ്റ് KP കറുപ്പൻ്റെയാണ് അരയ സമാജം. സമത്വ സമാജം രൂപീകരിച്ചത് അയ്യ വൈകുണ്ഠസ്വാമികളാണ്. സമത്വ സമാജം രൂപീകരിച്ചത്. ആത്മവിദ്യാ സംഘം രൂപീകരിച്ചത് വാഗ്ഭടാനന്ദനാണ്. യോഗക്ഷേമ സഭ രൂപീകരിച്ചത് VT ഭട്ടതിരിപ്പാടാണ്. ഹരേ സമാജമാണെങ്കിൽ പണ്ഡിറ്റ് KP കറുപ്പനാണ്. സമത്വ സമാജം രൂപീകരിച്ചത് ആരാണ്? സമത്വ സമാജം രൂപീകരിച്ചത് വൈകുണ്ഠസ്വാമികളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് അറേഞ്ച് ദ ഫോളോയിങ് മൂവ്മെന്റ്സ് ഇൻ ദ ക്രോണോളജിക്കൽ ഓർഡർ. SNDP യോഗം, സമത്വ സമാജം, ഇസ്ലാം ധർമ്മ പരിപാലന സംഘം, NSS. നമുക്ക് അതിന്റെ വർഷങ്ങൾ നോക്കാം. SNDP യോഗം രൂപീകരിച്ചത് 1903 മെയ് 15-നാണ്. SNDP യോഗം 1903-ലാണ്. സമത്വ സമാജം രൂപീകരിച്ചത് 1836. സമത്വ സമാജം 1836-ലാണ്. NSS രൂപീകരിച്ചത് 1969-ലാണ്. ഇസ്ലാം ധർമ്മ പരിപാലന സംഘം രൂപീകരിച്ചത് വക്ക അബ്ദുൽ ഖാദർ മൗലവിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് ആരാണെന്ന്. ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദനാണ് ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് വാഗ്ഭടാനന്ദ ഗുരുദേവനെ പറ്റിയുള്ള താഴെ പറയുന്ന പ്രസ്താവനകൾ ശരി ഏതാണെന്ന്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, കണ്ണൂർ ജില്ലയിലെ പാട്യത്ത് ജനിച്ചു. ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. 1906 തത്വപ്രകാശിക എന്ന വിദ്യാലയം സ്ഥാപിച്ചു. 1914 ശിവയോഗി വിലാസ മാസിക ആരംഭിച്ചു. ആ 3 സ്റ്റേറ്റ്മെന്റും ശരിയാണ്. വാഗ്ഭടാനന്ദ ഗുരുദേവൻ ജനിച്ചത് കണ്ണൂർ ജില്ലയിലെ പാട്യത്താണ് ജനിച്ചത്. 1906 തത്വപ്രകാശിക എന്ന വിദ്യാലയം സ്ഥാപിച്ചു. 1914 ശിവയോഗി വിലാസം മാസിക ആരംഭിച്ചു. ആ 3 സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. നാലാമതാണ് 1947 ഗാന്ധിജിയുമായിട്ട് കൂടിക്കാഴ്ച നടത്തി. ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. 1930 വാഗ്ഭടാനന്ദൻ അന്തരിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ദ ജേണൽ അഭിനവ കേരളം ഈസ് അസോസിയേറ്റഡ് വിത്ത് ഡാഷ്. വാഗ്ഭടാനന്ദ. അഭിനവ കേരളം ജേണൽ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വാഗ്ഭടാനന്ദന്റെ ആണ് അഭിനവ കേരളം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന ഏതാണെന്ന്. താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന ഏതാണെന്ന്. വക്ക അബ്ദുൽ ഖാദർ മൗലവി മലബാർ മുസ്ലിം മഹാസഭ രൂപീകരിച്ചു. ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. കാരണം തിരുവിതാംകൂർ മുസ്ലിം മഹാസഭയാണ് വക്ക അബ്ദുൽ ഖാദർ മൗലവി സ്ഥാപിച്ചത്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകനായിരുന്നു. ശരിയാണ്. സ്വദേശാഭിമാനി പത്രത്തിന്റെ എഡിറ്ററായി പ്രവർത്തിച്ചിരുന്ന K രാമകൃഷ്ണപിള്ളയാണ്. ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകനായിരുന്നു. സ്വദേശാഭിമാനി പത്രത്തിന്റെ എഡിറ്ററായി പ്രവർത്തിച്ചിരുന്നത് K രാമകൃഷ്ണപിള്ളയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് താഴെ കൊടുത്തിരിക്കുന്നതിൽ തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. കുമാരനാശൻ പല്ലനയാറ്റിലെ ബോട്ടപകടത്തിലാണ് മരണപ്പെട്ടത്. ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. SNDP യോഗത്തിന്റെ ആദ്യ ജനറൽ സെക്രട്ടറിയാണ് കുമാരനാശൻ. ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. വീണപൂവ് എന്ന ഖണ്ഡകാവ്യം രചിച്ചത് കുമാരനാശനാണ്. ആ 3 സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. കുമാരനാശൻ പല്ലനയാറ്റിലെ ബോട്ടപകടത്തിലാണ് മരണപ്പെട്ടത്. SNDP യോഗത്തിന്റെ ആദ്യത്തെ ജനറൽ സെക്രട്ടറി കുമാരനാശനാണ്. വീണപൂവ് എന്ന ഖണ്ഡകാവ്യം രചിച്ചത് കുമാരനാശനാണ്. പ്രാചീന കവിത്രയങ്ങൾ ഉൾപ്പെടുന്ന കവിയാണ് കുമാരനാശൻ. ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. പ്രാചീന കവിത്രയങ്ങൾ ഉൾപ്പെടുന്ന കവിയാണ് കുമാരനാശൻ. ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. പ്രാചീന കവിത്രയങ്ങളാണ് തുഞ്ചത്തെഴുത്തച്ഛൻ, കുഞ്ചൻ നമ്പ്യാർ, ചെറുശ്ശേരി. ഇവരെയാണ് പ്രാചീന കവിത്രയങ്ങൾ ഉൾപ്പെടുന്നത്. തുഞ്ചത്തെഴുത്തച്ഛൻ, കുഞ്ചൻ നമ്പ്യാർ, ചെറുശ്ശേരി. ഇനി ആധുനിക കവിത്രയങ്ങൾ ആരൊക്കെ നോക്കാം. കുമാരനാശാന് വള്ളത്തോൾ ഉള്ളൂരാണ് ആധുനിക കവിത്രയങ്ങളിൽ ഉൾപ്പെടുന്നത്. കുമാരനാശാൻ വള്ളത്തോൾ ഉള്ളൂരാണ് ആധുനിക കവിത്രയങ്ങളിൽ ഉൾപ്പെടുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നതിൽ തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. മന്നത്ത് പത്മനാഭൻ ജനിച്ചത് ചങ്ങനാശ്ശേരിയിലെ പെരുന്നാ ഗ്രാമത്തിലാണ്. ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. മന്നത്ത് പത്മനാഭൻ ജനിച്ചത് ചങ്ങനാശ്ശേരിയിലെ പെരുന്നാ ഗ്രാമത്തിലാണ്. നായർ സർവീസ് സൊസൈറ്റിയുടെ സ്ഥാപകനാണ് മന്നത്ത് പത്മനാഭൻ. ആ സ്റ്റേറ്റ്മെന്റ് ആണ്. ഗുരുവായൂർ സത്യാഗ്രഹത്തിൽ സവർണജാഥ നയിച്ചത് മന്നത്ത് പത്മനാഭനാണ്. ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഗുരുവായൂർ സത്യാഗ്രഹത്തിലല്ല, വൈക്കം സത്യാഗ്രഹത്തിൽ സവർണജാഥ നയിച്ചത് മന്നത്ത് പത്മനാഭനാണ്. നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് മന്നത്ത് പത്മനാഭന്റെ ആത്മകഥയാണ് എന്റെ ജീവിത സ്മരണകൾ. എന്റെ ജീവിത സ്മരണകൾ എന്നത് മന്നത്ത് പത്മനാഭന്റെ ആത്മകഥയാണ് എന്റെ ജീവിത സ്മരണകൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, EV രാമസ്വാമി നായ്ക്കർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? EV രാമസ്വാമി നായ്ക്കർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് വൈക്കത്താണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നതിൽ വേറിട്ട് നിൽക്കുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണെന്ന്.
വി.ടി. ഭട്ടതിരിപ്പാട്, ഏലിയാസ് ചാവറ, മഹാദേവ് ഗോവിന്ദ റാണ്ടെ, വൈകുണ്ഠ സ്വാമികൾ. ആരുടെ വേറിട്ട് നിൽക്കുന്നത്? എം.ജി. റാണ്ടെ അല്ലെങ്കിൽ മഹാദേവ് ഗോവിന്ദ റാണ്ടെയാണ്. ബാക്കിയെല്ലാം കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താക്കളാണ്. വി.ടി. ഭട്ടതിരിപ്പാട്, ഏലിയാസ് ചാവറ, വൈകുണ്ഠ സ്വാമികളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, കേരളത്തിലെ മുസ്ലിം സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനത്തിന്റെ പിതാവായി കണക്കാക്കപ്പെടുന്നത് ആരെയാണ്? കേരളത്തിലെ മുസ്ലിം സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനത്തിന്റെ പിതാവായി കണക്കാക്കപ്പെടുന്നത് ആരെയാണ്? അത് വക്ക അബ്ദുൽ ഖാദർ മൗലവിയാണ്. കേരളത്തിലെ മുസ്ലിം സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനത്തിന്റെ പിതാവാണ് വക്ക അബ്ദുൽ ഖാദർ മൗലവി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഗുരുക്കന്മാരുടെ ഗുരു എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവാണ്? ഗുരുക്കന്മാരുടെ ഗുരു എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവാണ് തൈക്കാട് അയ്യ. ഗുരുക്കന്മാരുടെ ഗുരു എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവാണ് തൈക്കാട് അയ്യാണ്. തൈക്കാട് അയ്യ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ചുവടെ ചേർക്കുന്ന പ്രസ്താവനകളിൽ വൈകുണ്ഠ സ്വാമികളുമായിട്ട് നേരിട്ട് ബന്ധമുള്ളത് കണ്ടെത്തുക. വൈകുണ്ഠ സ്വാമികളുമായി നേരിട്ട് ബന്ധമുള്ള പ്രസ്താവനകൾ നോക്കാം. ഫസ്റ്റ് പ്രസ്താവനയാണ്, ദക്ഷിണേന്ത്യയിൽ ആദ്യമായിട്ട് കണ്ണാടി പ്രതിഷ്ഠ ആരംഭിച്ചു വൈകുണ്ഠ സ്വാമികൾ. ആ പ്രസ്താവന ശരിയാണ്. ദക്ഷിണേന്ത്യയിൽ ആദ്യമായിട്ട് കണ്ണാടി പ്രതിഷ്ഠ ആരംഭിച്ചത് വൈകുണ്ഠ സ്വാമികളാണ്. രണ്ടാമത്തെ പ്രസ്താവനയാണ്, വേദാധികാര നിരൂപണം എന്ന പ്രശസ്തമായ ഗ്രന്ഥം രചിച്ചു. വേദാധികാര നിരൂപണം എന്ന ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ചട്ടമ്പി സ്വാമികളാണ് വേദാധികാര നിരൂപണം എന്ന ഗ്രന്ഥം രചിച്ചത്. ചട്ടമ്പി സ്വാമികളാണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റാണ്, സമത്വ സമാജം സ്ഥാപിച്ചു. അതും ശരിയാണ്. അപ്പോൾ വൈകുണ്ഠ സ്വാമികളുമായി ബന്ധപ്പെട്ടുള്ള പ്രസ്താവനകളാണ്, ദക്ഷിണേന്ത്യയിൽ ആദ്യമായിട്ട് കണ്ണാടി പ്രതിഷ്ഠ ആരംഭിച്ചു, സമത്വ സമാജം സ്ഥാപിച്ചു. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കടത്തനാടൻ സിംഹം എന്നറിയപ്പെടുന്ന കേരള നവോത്ഥാന നായകനാരാണ്? കടത്തനാടൻ സിംഹം എന്നറിയപ്പെടുന്ന കേരള നവോത്ഥാന നായകനാണ് കൂറൂളി ചേകോൻ. കൂറൂളി ചേകോനാണ് കടത്തനാടൻ സിംഹം എന്നറിയപ്പെടുന്നത്. കൂറൂളി ചേകോനാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബാരിസ്റ്റർ ജി.പി. പിള്ള താഴെ പറയുന്ന ഏത് സംഭവവുമായി ബന്ധപ്പെട്ട നേതാവാണ്? ബാരിസ്റ്റർ ജി.പി. പിള്ള മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ടാണ് ബാരിസ്റ്റർ ജി.പി. പിള്ള. മലയാളി മെമ്മോറിയൽ കേട്ടോ, മലയാളി മെമ്മോറിയൽ എന്നതുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് ബാരിസ്റ്റർ ജി.പി. പിള്ള. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ ജോഡി കണ്ടെത്തുക. ആത്മവിദ്യാസംഘം വാഗ്ഭടാനന്ദൻ. ആ ജോഡി ശരിയാണ്. ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദനാണ്. രണ്ടാമത്തെ ജോഡിയാണ് വക്ക അബ്ദുൽ ഖാദർ മൗലവി സ്വദേശാഭിമാനി. ആ ജോഡി ശരിയാണ്. വക്ക അബ്ദുൽ ഖാദർ മൗലവി സ്ഥാപിച്ചതാണ് സ്വദേശാഭിമാനി. ഇനി മൂന്നാമത്തെ കുര്യാക്കോസ് ഏലിയാസ് ചാവറ, ആത്മാനുതാപം. കുര്യാക്കോസ് ഏലിയാസ് ചാവറയുടേതാണ് ആത്മാനുതാപം. 3 ജോഡികളും ശരിയാണ്. ആത്മവിദ്യാസംഘം വാഗ്ഭടാനന്ദൻ, വക്കം അബ്ദുൽ ഖാദർ മൗലവി സ്വദേശാഭിമാനി, കുര്യാക്കോസ് ഏലിയാസ് ചാവറ ആത്മാനുതാപം. ഓക്കെ, നെക്സ്റ്റ് ആണ്, സമത്വ സമാജം എന്ന പരിഷ്കരണ പ്രസ്ഥാനം ആരംഭിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? വൈകുണ്ഠ സ്വാമികളാണ് സമത്വ സമാജം സ്ഥാപിച്ചത്. ഇനി 1900 ഏത് വൈസ്രോയിക്കാണ് രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത്? 1900 ഏത് വൈസ്രോയിക്കാണ് രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത്? ലോർഡ് കേഴ്സൺ പ്രഭുവിനാണ്. ലോർഡ് കേഴ്സൺ ആണ് 1900 രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത്. ഇനി തെറ്റായത് കണ്ടെത്തുക. ദർശനമാല ശ്രീനാരായണ ഗുരു ശരിയാണ്. പ്രാചീന മലയാളം ചട്ടമ്പിസ്വാമികൾ, ആ ജോഡി ശരിയാണ്. കണ്ണീരും കിനാവും വി.ടി. ഭട്ടതിരിപ്പാട്, ആ ജോഡി ശരിയാണ്. ആത്മാനുതാപം വാഗ്ഭടാനന്ദൻ, അത് തെറ്റാണ്. ആത്മാനുതാപം തെറ്റാണ്. ആത്മാനുതാപം എന്നത് ചാവറയച്ചന്റെ കൃതിയാണ്. കുര്യാക്കോസ് ഏലിയാസ് ചാവറയച്ചന്റെ കൃതിയാണ് ആത്മാനുതാപം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ട്രാവൻകൂർ ഈഴവ സഭ സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? ട്രാവൻകൂർ ഈഴവ സഭ സ്ഥാപിച്ചത് ഡോക്ടർ പൽപ്പു ആണ്. ട്രാവൻകൂർ ഈഴവ സഭ സ്ഥാപിച്ചത് ഡോക്ടർ പൽപ്പു ആണ്. ആരുടെ ആത്മകഥയാണ് ജീവിതം ഒരു സമരം? ജീവിതം ഒരു സമരം എന്നത് ആരുടെ ആത്മകഥയാണ്? അക്കാമ ചെറിയാന്റെ ആത്മകഥയാണ്. ജീവിതം ഒരു സമരം എന്നത് അക്കാമ ചെറിയാന്റെ ആത്മകഥയാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, മാച്ച് ദ ലിസ്റ്റ് വിത്ത് ലിസ്റ്റ് 2. ലിസ്റ്റ് 1 കൊടുത്തുള്ള സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് 1907 സാധുജന പരിപാലന സംഘം. തത്വപ്രകാശിക ആശ്രമം സ്ഥാപിച്ചത് 1906 തത്വപ്രകാശിക ആശ്രമം. സഹോദര പ്രസ്ഥാനം ആരംഭിച്ചത് 1917 സഹോദര പ്രസ്ഥാനം ആരംഭിച്ചത്. കൊച്ചി പുലയ മഹാസഭയാണെങ്കിൽ 1913 കൊച്ചി പുലയ മഹാസഭ. ഒന്നുകൂടി പറയാം, സാധുജന പരിപാലന സംഘമാണെങ്കിൽ 1907 സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത്. തത്വപ്രകാശിക ആശ്രമമാണെങ്കിൽ 1906 തത്വപ്രകാശിക ആശ്രമം. സഹോദര പ്രസ്ഥാനമാണെങ്കിൽ 1917 കൊച്ചി പുലയ മഹാസഭയാണെങ്കിൽ 1913 കൊച്ചി പുലയ മഹാസഭ സ്ഥാപിച്ചത്. താങ്ക് യു.